ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവില് അനീഷ് സാധാരണ ഇത്രയും രാത്രിയൊന്നും ഉറക്കം ഉളച്ചിരിക്കാത്തതാണ്. വളരെ നേരത്തെ തന്നെ അനീഷ് പോയി ഉറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ എന്നും കാണാറുള്ളത്. പക്ഷെ ഇന്ന് അനീഷ് മൈജി കോർണറിൽ ഇരുന്ന് ഒരുപാട് വിഷമം ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ റിപ്പീറ്റും പറയുന്നുണ്ട്, അവസരവാദിയാണ്, അട്ടർ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറെ റിപ്പീറ്റ് പറയുന്നുണ്ട്, കുറെ വിഷമം പറയുന്നുണ്ട്. അത് എപ്പിസോഡിൽ കുറെയൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ലൈവിന്റെ അത് കാണുമ്പോഴാണ് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ശരിക്കും ഒരു വഞ്ചന ഏറ്റുവാങ്ങിയ സുഹൃത്തിന്റെ വിഷമം എന്താണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇത് വെറും വിഷമമല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് ഉള്ളതാണെന്ന് ഓർത്ത്, ആ ടാസ്ക് ശരിക്കുമുള്ള ഒരു സംഭവമാണെന്ന് ഓർത്തിട്ട് അനീഷ് ആര്യനെതിരെ അത്രയും അധികം കാര്യങ്ങൾ പറഞ്ഞു. ആര്യൻ ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത്, ആര്യൻ കള്ളനാണ്, ഉഡായിപ്പാണ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് എണ്ണിയാണ് ആര്യനെതിരെ അനീഷ് സംസാരിച്ചത്. അത്രയും അടിപൊളിയായിട്ടാണ് അനീഷ് സംസാരിച്ചത്. പക്ഷെ അനീഷ് സംഭവിച്ചു പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംസാരിച്ച സ്പേസ്, അത് അത്രയും കാര്യങ്ങൾ അവിടെ പറയേണ്ട ഒരു സ്പേസ് അല്ലായിരുന്നു. അത് ആദിലേക്കൊരു പണി കൊടുക്കാൻ വേണ്ടി, ആദിലേക്കൊരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്ത ഒരു സ്പേസ് ആയിരുന്നു അത്. അവിടെയാണ് അനീഷ് ഇത് ഉള്ളതാണെന്ന് ഓർത്ത്, ശരിക്കും ഉള്ള ഒരു സംഭവമാണെന്ന് ഓർത്തുകൊണ്ട് അത്രയും കാര്യങ്ങൾ സംസാരിച്ചത്, അത്രയും ആഞ്ഞടിച്ച് സംസാരിച്ചത്. അപ്പൊ പോലും ഷാനവാസ് ഒരു ഹിന്റ് കൊടുത്തില്ല, ഒരു സൂചന അനീഷിന് കൊടുത്തില്ല. ഇത് ഇന്ന പോലൊരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ടൊരു ഹിന്റ് പോലും അനീഷിന് കൊടുത്തില്ല. അവിടെയാണ് അനീഷിന് വിഷമമായത്. അത്രയധികം അനീഷിനെ മാനസികമായിട്ട് തളർത്തിയത് ആ ഒരു വിഷയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഇപ്പോഴും ലൈവിലിരുന്ന് പറയുന്നുണ്ട് എന്തുമാത്രം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് അനീഷെ നീ വന്നത്. അനീഷിനോട് തന്നെ പറയുകയാണ്, ഇതും തരണം ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റും, നീ ബോൾഡായിട്ട് നിന്ന് കളിക്കാൻ അനീഷെ, ബോൾഡായിട്ട് നിന്ന് കളിക്കണം. ഒരുപാട് ഫ്രണ്ട്സ് വരും പോവുകയൊക്കെ ചെയ്യും, പക്ഷെ അവരെ ഒന്നും വിശ്വസിക്കരുത്, തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഇങ്ങനെ ഇരുന്ന് ആത്മകഥ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഇതിപ്പോ എത്ര നേരം തുടരും എന്നറിയത്തില്ല. ലൈവിൽ ഇത് കുറെ നേരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.